ആഴ്ച നമ്മുടെ പുത്തൻപള്ളി ചാറമംഗലത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. അതുപോലെ തന്നെ അവസാന ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ വിതരണം കഴിഞ്ഞ് കൂട്ടപ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിക്കുകയാണ് എന്നതാണ്. ആദ്യമായി പുത്തൻപള്ളി ഖത്തീബായ മുഹമ്മദ് കുട്ടി പൈസി പനമണ്ണാട്, നമുക്കറിയാം ഒരു മഹല്ല് കമ്മിറ്റി പ്രതിനിധിയെ പോലെ അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളെ കൂടെ നിന്ന് മഹല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് ഞങ്ങളോട് സഹകരിക്കുന്ന ഞങ്ങളിലൊരാളായ ഖത്തീബ് ഉസ്താദിനെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA അക്ബർക്ക, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തി പോയ ഒരുപാട് കയ്യൊപ്പുകൾ നമ്മുടെ പെരുമ്പടപ്പുത്തൻപള്ളി മഹലിനുണ്ട്. ഈ പരിപാടിയുടെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ സമകാലിക കേരളത്തിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂഫാൻ എന്ന പേര്, അത് സർക്കാരിന്റെ ഭാഗത്താണ്. എന്നാൽ നമ്മുടെ മഹലിന്റെ ഭാഗത്തു നിന്നും ഉത്ബോധനം, ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു എക്സൈസ് ഓഫീസർ PP പ്രമോദ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ക്ലാസ് 2ാം ദിവസമായ 7ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കാനിരിക്കുകയാണ്. ആ പരിപാടിയിലൂടെ 6 എയ്ഡഡ് സ്കൂളിലുള്ള കുട്ടികളും വിദ്യാർത്ഥിനികളും ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നത് CBSE സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം, അതിലുള്ള വിദ്യാർത്ഥികളും നിരവധി ആളുകൾ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അനിവാര്യമാണ്. മയക്കുമരുന്നിന്റെ ഇന്നിപ്പോൾ കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സ് പോലും മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് നമ്മൾ കാണുന്നത്. ഇതാണ് സമകാലിക കേരളം. അതിലേക്ക് ഒരു ചെറിയൊരു പങ്ക് വഹിച്ചുകൊണ്ട് ഒരു ഉത്ബോധനത്തിന് സന്ദേശവുമായിട്ട് പെരുമ്പടപ്പുത്തൻപള്ളി മഹലിന് ഇറങ്ങുവാൻ കഴിയുക എന്നത് ഒരു അഭിമാനകരമായൊരു കാര്യമാണ്. നമ്മുടെ കാര്യപരിപാടികളെ കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മൾ വിഭവസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഏകദേശം 30,000-ലധികം കിലോ അരിയാണ് നമ്മൾ പാകം ചെയ്യുന്നത്. അത് അവസാന ദിവസമായിട്ടുള്ള സമാപന ദിവസമായിട്ടുള്ള ഞായറാഴ്ച 9ാം തീയതി കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അതിന്റെ വിതരണം നടക്കുക. അത് കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും. അതുകൂടാതെ ഇവിടെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നും സാമൂഹ്യ സാംസ്കാരിക രംഗത്തു നിന്നും മന്ത്രിമാരടക്കം MLA-മാരടക്കം ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടിയിൽ വ്യത്യസ്ത പരിപാടികളിലായിട്ട് ഓരോ ദിവസവും 2-3 പരിപാടികളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത പരിപാടികളിൽ ഇത്തരം മേഖലയിലുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ 116ാമത്തെ ആണ്ട് നേർച്ച നടത്തപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലെ കക്കാട് പ്രദേശത്തു നിന്നും നമ്മുടെ കൊടിയത്തൂർ കക്കാട് പ്രദേശത്തു നിന്നും പെരുമ്പടപ്പ് പൊന്നാനി താലൂക്കിലേക്ക് എത്തി അവിടെ നിന്നും വിദ്യ അഭ്യസിക്കുകയും അത് പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മഹാനവറുകളായിട്ടുള്ള കുഞ്ഞാമ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അവർ ആത്മീയ രംഗത്ത് മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രകാശം ചൊരിയുകയും അതിന്റെ കയ്യൊപ്പുകളാണ് നമ്മൾ പറഞ്ഞ 6 എയ്ഡഡ് സ്കൂളുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ആതുരാലയങ്ങൾ, ഇതര സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയം, ഒരുപാട് അസറ്റുകൾ. അത്തരം സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വെളിച്ചം വീഴ്ചയിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു പുണ്യമാണ്, ആ ഒരു ബർക്കത്താണ്. അത്തരം ബർക്കത്ത് തേടിക്കൊണ്ട് വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ ഈ ഉറൂസിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ചേരുക. ഭക്ഷണ വിതരണം ഒരു വിശപ്പിന്റെ വിളിയായിട്ടല്ല അവിടെ വരുന്ന ഒരു ബർക്കത്ത്, അതിലൊരു പുണ്യം കണ്ടുകൊണ്ട് വന്ന് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണിയോടെ വരി നിന്ന് അത് വാങ്ങിച്ചു പോകുന്ന അവസാനത്തെ വ്യക്തിക്കും അത് കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ ഇതിന്റെ ഭാരവാഹികൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കും എന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു.